കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്ന് മോള് വാ. കൊച്ചുമരുമോളെ എത്തിയതും മൂത്ത മരുമോൾക്ക് പണി കൂടിയല്ലോ ഊർമിളെ. അതൊന്നും കുഴപ്പമില്ല ചെറിയമ്മ. ആ വിളക്കാണ് നമുക്കുള്ള വഴി തെളിയിക്കാൻ പോകുന്നത്. കാത്തോളണേ ശ്രീരാമ. ശ്രീമദ്വെങ്കടനാഥായ ശ്രീനിവാസായ തേ നമഃ. മോളെ ശ്രേയെ, മോളിനെ വിളക്ക് എത്തിക്കും. സത്യം എന്താണെന്ന് ഇപ്പൊ അറിയാം. ഇതൊരിക്കലും ശ്രേയായിരിക്കില്ല. എന്റെ കയ്യിൽ തരാൻ കാശൊന്നുമില്ല.
പക്ഷെ എനിക്കൊരു ചാൻസ് തന്നാ മതി. ഐ വിൽ പ്രൂവ് മൈസെൽഫ്. ഒരൊറ്റ ചാൻസ് മതി സർ. ഞാൻ സാറിന്റെ കാല് പിടിക്കും. ഇത് ശ്രേയാണല്ലോ ഊർമിളെ. നീ ആള് അടിപൊളിയാണല്ലോ ഊർമിളെ. ശ്രേയാണെന്ന് എത്ര എളുപ്പത്തിലാ കണ്ടുപിടിച്ച് കളഞ്ഞ്. എന്ത് അടിപൊളിയായിട്ട് എന്ത് കാര്യം? നിന്നെപ്പോലൊരു വിവരം കെട്ടവനല്ലേ ഞാൻ വിശ്വസിച്ചത്. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ ഊർമിളെ. ഞാനൊരു വിവരം കെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ മാറ്റി നിർത്തരുത്. അതിനിപ്പോ നീ എന്ത് മലമറിച്ചിട്ടാ വരണേ? ഒരു പെണ്ണിനെ കുറച്ചു സമയം പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ആടിപ്പാടി കറങ്ങി തിരിഞ്ഞ് അവള് ദേവന്റെ കൂടെ വന്ന് കേറിയില്ലേ? എന്റെ ഊർമിളെ, ഞാൻ പറയണതൊന്ന് വിശ്വസിക്കേ. അതായത് ഈ മുഹൂർത്തത്തിന്റെ സമയത്ത് ശ്രേയ മണ്ഡപത്തിൽ എത്താൻ യാതൊരു വഴിയില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ശ്രേയ ഇപ്പൊ എവിടെ എങ്ങനെ എത്തി? ഞാൻ പറഞ്ഞില്ല അമ്മേ, ശ്രേയ തിരിച്ചെത്തിയ ശേഷം അവര് പെണ്ണിനെ മാറ്റി കാണുന്നേ. ഞാനിത് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എല്ലാ വഴികളും അടഞ്ഞൊന്നും കരുതണ്ട. ദേവൻ താലി കെട്ടിയത് ഇവൾക്കല്ലെന്ന് ഇപ്പോഴും തെളിയിക്കാൻ പറ്റുന്നേ. ഇവിടെ കയറി വന്നത് ശ്രേയ ആയിരിക്കാം, എന്നാ ദേവൻ താലി കെട്ടിയത് ശ്രേയക്കല്ലെന്നുള്ളത് ഉറപ്പാ. അത് കൺഫേം ചെയ്താ പണി തീർന്നു. ചാപ്റ്റർ ക്ലോസ്ഡ്. ആർക്ക് താലി കിട്ടിയെന്നോ എപ്പ പെണ്ണിനെ മാറ്റിയെന്നോ ആർക്കറിയാം? ഇതൊക്കെ ആലോചിക്കുമ്പോ തന്നെ എന്റെ തല കറങ്ങുന്നുണ്ട് ഊർമിളെ. സത്യം വെളിച്ചത്താകുന്നത് വരെ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും ചെറിയമ്മേ. എന്നാൽ സത്യം തെളിയിക്കാതെ ഈ ഊർമിള അടങ്ങില്ല. സമയമാകുന്നു. നീ പലഹാരമൊക്കെ എടുത്തു വെച്ചോ? ആ ദേ വന്നു നീ. ദാ പിടിച്ചു. കൊട്ടാരം വീട്ടിലെ മരുമോളെ സ്വീകരിക്കുന്ന പൂജയാ. ധൃതി കാണിക്കാതെ സൂക്ഷിച്ചു കണ്ടു നിൽക്കണം. സമയമില്ലാന്ന് പറഞ്ഞ് പൂജ തീരാതെ അവിടെ നിന്ന് ഇറങ്ങല്ലേ. എല്ലാ ചടങ്ങും തീരുമ്പോ അവിടെ ഉണ്ടാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓഫീസിൽ ഇന്ന് ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുഴുവൻ ഞാൻ മോളുടെ കൂടെ ഉണ്ടാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ പിന്നെ പോയിട്ട് വാ. എന്തിനാ ഇങ്ങനെ ശപിക്കപ്പെട്ടൊരു ജന്മം എനിക്ക് തന്നതെന്ന് ചോദിച്ചിട്ട് മറുപടിയൊന്നും പറയാൻ പറ്റുന്നില്ലല്ലേ രാമ? തരുന്നത് പോലെ കാണിച്ചിട്ട് എല്ലാം എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടി മാറ്റുന്നത് എന്തിനാ? ഹലോ. സബ് കളക്ടർ അമ്പലത്തിലേക്ക് വരുന്നുണ്ടത്രേ. അതെയോ? രാമനിങ്ങോട്ട് വന്നേക്കണേ. ഞാൻ എത്തിക്കോളാം. ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. വൈദേഹി, മോളെ വൈദേഹി. എന്താ? അച്ഛാ, നീ ഏത് ലോകത്താ മോളെ? ഇന്ന് ശ്രേയയുടെ വീട്ടിൽ പൂജ നടക്കുകയല്ലേ. ഈ പലഹാരങ്ങളും സാരിയും കൊണ്ടേ കൊടുക്കണം. ഞാൻ
ഞാനെന്തിനാ അത് അച്ഛനല്ലേ കൊടുക്കണ്ടേ? അച്ഛൻ പോകാൻ ഇറങ്ങിയതുമല്ലേ, അതിനല്ലേ അച്ഛനെന്ന് ഓഫീസ് അവധിയാക്കിയത്. അതൊക്കെ ശരിയാ മോളെ. പക്ഷെ അത് ഇപ്പോഴാ അവിടുന്ന് ഫോൺ വന്നത്. സബ് കളക്ടർ ഇന്ന് അമ്പലത്തിലേക്ക് വരുന്നുണ്ടത്രേ. ഞാൻ അവിടെ ഉണ്ടാവണ്ടേ? ഇത് മോള് കൊണ്ടേ കൊടുത്താൽ മതി. എനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ തീർത്ത അത്രയും ജോലിയുണ്ട്. അമ്മയോട് പോവാൻ പറ. നിന്റെ അമ്മ ഇന്ന് വരെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളും. നീ ഇത് കൊടുത്തിട്ട് വാ. അതുകൊണ്ടല്ല അച്ഛാ. എന്താ മോളെ, നിനക്ക് ശ്രേയ പോയതിന്റെ വിഷമമായിരുന്നു കാലത്ത്. എന്നിട്ടിപ്പോ അവളുടെ വീട്ടിലേക്ക് പോകാൻ ഒരു അവസരം ഒത്തപ്പോ നിനക്ക് എന്താ ഒരു മടി? ഇനിയിപ്പോ നിനക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള മടി കൊണ്ടാണോ? വേണമെങ്കിൽ മാധവനെ നീ കൂടെ കൂട്ടിക്കോ. മാധവ, ഞാൻ എപ്പോഴേ റെഡിയാണല്ലോ അച്ഛാ. ഞാൻ ഇതിന്ന് എങ്ങനെയും തടിയുരാൻ നോക്കിയതാ. നീ വന്നിട്ട് എല്ലാം നശിപ്പിച്ചു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നാ ദേവേട്ടൻ എന്നെ കണ്ട എല്ലാം പ്രശ്നാവില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചേച്ചിയുടെ മനസ്സ് കിടന്ന് പെടയണത് ആ രാമൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാ അമ്പലത്തിൽ നിന്ന് ഫോൺ വന്നതും അച്ഛൻ പോയതും. ചേച്ചി ആ പൂജക്ക് ചെല്ലണോന്നുള്ളത് വിധിയാ. അഗ്നിസാക്ഷിയായി ചാർത്തിയ ബന്ധം ജന്മാന്തരങ്ങളിൽ നിലനിൽക്കുന്നല്ലേ മുതിർന്നവര് പറയാറുള്ളത്. പക്ഷെ എനിക്ക് മാത്രം ഒരു ക്ഷണം തരുന്ന പോലെ തന്ന് മോഹിപ്പിച്ചിട്ട് കവർന്നെടുത്തത് എന്തിനാ രാമ? മോഹിച്ചവനെ കൊണ്ട് മാല ഇടിപ്പിച്ച് എന്നെ കൊതിപ്പിച്ചിട്ട് തട്ടി മാറ്റി രസിക്കുന്നത് എന്തിനാ? എന്തിനെങ്ങനൊരു ജന്മം എനിക്ക് തന്നത്? ഏത് പാപത്തിനുള്ള ശിക്ഷയായത്? ചേച്ചി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന? നമുക്ക് പോവാ. ഞാൻ അവിടേക്ക് ചെന്നെങ്ങാനും അച്ഛമ്മ അറിഞ്ഞ എന്നെ ഉറപ്പായും തല്ലിക്കൊല്ലും മാധവ. നമ്മള് പോണത് അച്ഛൻ പറഞ്ഞിട്ടല്ലേ. അച്ഛമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഇതിന് തടുത്തപ്പാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പോവാം, വാ. ഒന്ന് വാ ചേച്ചി. രാമേട്ടാ, ഇതെന്താ പറ്റിയേ? ഇതുവരെ അങ്ങോട്ട് പോയില്ലേ? പോവാ സുലേഖേ. പലഹാരവും സാരിയൊക്കെ എവിടെ? സുലേഖേ, പെട്ടെന്ന് എനിക്ക് അമ്പലത്തിൽ നിന്ന് ഫോൺ വന്നത്. അതുകൊണ്ട് വൈദേഹിയും മാധവനെ അങ്ങോട്ട് അയച്ചു. ഞാൻ അമ്പലത്തിലേക്ക് ചെല്ലട്ടെ, സമയമാവുന്നു. വൈദേഹി അവിടേക്ക് ചെന്നാൽ എങ്ങനെ?
എന്റെ പൊന്ന് തമ്പുരാനെ, ഇതെന്താ സ്വർഗാണോ? എന്തൊരു ആഡംബരം! എന്തൊരു ലക്ഷറി ലൈഫായത്. സമയത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ തോന്നിയതുകൊണ്ട് ഈ ഭാഗ്യം കയ്യിന്ന് പോയില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ആഡംബരങ്ങൾ അനുഭവിക്കാനുള്ള ചാൻസ് മിസ്സാവില്ലായിരുന്നോ? ഇനിയിപ്പോ സിനിമ ചാൻസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കൊട്ടാരത്തിലെ മരുമകളാകാൻ പറ്റിയില്ല എനിക്ക്, അത് മതി. ഇത്രയും നാൾ ഒരുപാട് അകലെയായിരുന്നു നീ. ഇന്നതേ എന്റെ വിളിപ്പുറത്ത് തന്നെയുണ്ട്. ഒന്ന് പതിയെ വിളിച്ചാ മതി. തൊട്ടടുത്ത മുറിയിന്ന് ദേവേട്ടാന്ന് നീ വിളി കേൾക്കും. എന്നിട്ട് നീ ദൂരെ എവിടെയോ ആണെന്നൊരു തോന്നൽ. എന്തായിരിക്കും അത്? നിനക്ക് കിട്ടിയത് ഒരു ഒന്നൊന്നര ഭാഗ്യശ്രേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയടിക്ക് പൊട്ടിപ്പൊളിഞ്ഞൊരു വീട്ടിൽ നിന്ന് ഇങ്ങനൊരു ഇന്ദ്രലോകത്തിലേക്ക് വരാൻ പറ്റുമായിരുന്നോ? ജീവിതം തല കീഴായി മാറി. വീണ് കിട്ടിയ ഈ സൗഭാഗ്യം ഇനി എന്ന് നിന്റേത് മാത്രം. ഇങ്ങനെ എന്റെ തൊട്ടടുത്തുണ്ടായിട്ടും നീ ഒത്തിരി ദൂരെയാണെന്ന് ഇങ്ങനെ എന്റെ മനസ്സ് പറയുന്നത് എന്തുകൊണ്ടാ? പറയ്. ആ, പിടികിട്ടി. എന്താന്ന് പറയട്ടെ, അന്ന് നീ ഒത്തിരി അകലെയായിരുന്നെങ്കിലും നിന്നെ കാണണമെന്ന് എന്റെ മനസ്സ് പറയുമ്പോ അടുത്ത ക്ഷണം കാറും എടുത്ത് നിന്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. എന്താ ശരിയല്ലേ? അന്ന് മനസ്സുകൊണ്ട് കൊതിച്ചപ്പോഴൊക്കെ കണ്ടിരുന്നതാ. പക്ഷെ ഈ കല്യാണം പറഞ്ഞ് ഉറപ്പിച്ച സമയം തൊട്ട് ഓരോ ആചാരങ്ങളുടെ പേരും പറഞ്ഞ് ഒന്ന് കാണാൻ പോലും പറ്റാതെ നിന്റെ മുഖം തട്ടോട്ട് മറിച്ചു കളഞ്ഞില്ലേ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അകലെയാണെന്നൊരു ഫീലിംഗ് മനസ്സിലുണ്ടാവുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിരഹവേദന മനസ്സിൽ തോന്നുന്ന ശ്രേയെ, ഇനി ആദ്യരാത്രി ആ തട്ടം നിന്റെ മുഖത്തുനിന്ന് മാറ്റുന്നത് വരെ ഈ വിരഹവേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇനി ആചാരങ്ങൾ ബ്രേക്ക് ചെയ്ത് ആര് കാണാനാ? എന്റെ അമ്മേ, ഇന്ദു എങ്ങനെ അറിഞ്ഞാ പിന്നെ എന്റെ ചെവി പൊന്നാക്കാം എന്ന് പറഞ്ഞ പേടിച്ചാൽ എങ്ങനെയാ? ഇതൊക്കെ ലൈഫിൽ ഒറ്റ വട്ടം കിട്ടുന്ന ത്രില്ലല്ലേ എന്റെ ദേവ. ആരും അറിയാതെ ശ്രേയ ഇരിക്കുന്ന മുറി കയറി പറ്റണം. എന്നിട്ട് പയ്യെ ആ തട്ടൊന്ന് മാറ്റി മുഖം ഒന്ന് കാണണം. ഓർക്കുമ്പോ തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ? എന്നാ പിന്നെ ദേവ എന്തിനാ വെറുതെ സമയം കളയുന്നേ? വരുന്നു മോളെ. ദേവാ, പാളി പാളി. അല്ല നീ അങ്ങോട്ട് എവിടേക്ക് പോവാ? അമ്മേ, അത് അജയേട്ടൻ്റെ അടുത്തേക്കാ. അജയ് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അജയേട്ടൻ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടേയില്ലമ്മേ. എന്നാ അങ്ങോട്ട് വാ. വരാം. എന്റെ അമ്മേ, സ്വന്തം ഭാര്യയെ കാണാൻ എന്തൊക്കെ പാടുപെടണം. വിനയ,
കുറച്ചുകൂടെ മുകളിലാക്കി കെട്ടറാ. വിനയ അവിടെ അല്ലടാ, കുറച്ചുകൂടെ മുകളില്. കെട്ടി കഴിഞ്ഞിട്ടില്ല ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. നിന്റെ അജയേട്ടനെ ഏൽപ്പിച്ചു നോക്ക്. ആവേശത്തില് ചക്രക്കസേരയിൽ എഴുന്നേറ്റ് നിന്ന് ചിലപ്പോ കെട്ടിയാലോ വിനയ. ആവതുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തേനെ ഊർമിള. അങ്ങനൊരു അവസരം ദൈവം തരാത്തതിൽ മനസ്സിൽ നല്ല വേദനയുണ്ട്. ഭാര്യ നിത്യകന്യകയായി നിൽക്കുന്നതില് ഒരു വേദനയില്ലല്ലോ. പൊന്നനിയന്റെ കല്യാണത്തില് തോരണം തൂക്കി കളിക്കാൻ പറ്റാത്തതിലല്ലേ എന്റെ ഭർത്താവിന്റെ വിഷമം. നാളെ ഇനി ദേവന് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എനിക്ക് മക്കളില്ലെങ്കിലും സാരമില്ല, എന്റെ ദേവന്റെ മക്കളെ എങ്ങനെ എടുത്ത് പുന്നാരിക്കൂന്നോർത്ത് അപ്പോഴും ഇതുപോലെ വിഷമിക്കൂ. സ്വന്തം ഭാര്യയ്ക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്തതിൽ മനസ്സിനൊരു വിഷമോ ഇല്ലല്ലേ? ദൈവം എല്ലാവർക്കും എല്ലാം കൂടി കൊടുക്കില്ല ഊർമിള. കിട്ടാത്തതിനെ മാത്രം ഓർത്തുകൊണ്ട് ഇങ്ങനെ പിടഞ്ഞ് ജീവിക്കുന്നതിലും കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് തൃപ്തിപ്പെട്ട് മനസ്സമാധാനത്തോടെ ജീവിച്ചുകൂടെ?